ആ അതിലുണ്ടല്ലേ സാധനം ഉണ്ടാവില്ല. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശങ്ങളിലെ നമ്മുടെ സ്കൂൾ പറമ്പ് മേഖലയിൽ പിന്നെ എന്താ പറയുക, വളരെ വ്യാപകമായിട്ട് നമുക്കറിയാം പല മേഖലകളിലും കള്ള്, കഞ്ചാവ്, MDMA ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സംഗതികളാണ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. പക്ഷേ ഇന്നിപ്പോൾ നമ്മളുടെ പ്രദേശത്ത് കൽപ്പകഞ്ചേരി പോലീസ് ഇവിടെ എന്ത് ചെയ്തു, ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ യാദൃശ്ചികമായ ഒരു വാഹനം കാണുകയും നമ്മളുടെ ഏകദേശം എത്തിങ്ങാന ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്ത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു കാറ് പിന്നെ പിടികൂടുകയും അതിലെന്ത് ചെയ്തു, വളരെ കൂടുതൽ MDMAയും അതുപോലെ തന്നെ കഞ്ചാവും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ലൈവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൽപ്പകഞ്ചേരി പോലീസ് സാറുമാരെല്ലാവരും ഉണ്ട്, അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ഉണ്ട്. നാട്ടുകാരുടെ ഒക്കെയുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ ഈ രീതിയിൽ പിന്നെ കഞ്ചാവ് വേട്ട നടന്നിട്ടുള്ളത്. കഞ്ചാവ് മാത്രമല്ല MDMA. 3 ആളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഒരാൾ ഇറങ്ങി ഓടിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 ആളുകളെ പോലീസ് കൃത്യമായിട്ട് പിന്നെ പിടികൂടി വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. വളരെ ഖേദകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ കണ്ടപ്പോൾ പോലീസ് വഴി ചോദിക്കാൻ വേണ്ടി വന്ന സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോലീസുകാരെ വളരെ പിന്നെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുകയും അവരുടെ കയ്യിലൊക്കെ മുറിവ് പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം സാറന്മാരുടെ കയ്യിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുറിവ് പറ്റി വളരെ പിന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, മയക്കുമരുന്ന് സംഗതികൾക്ക് അടിമപ്പെടുമ്പോൾ ജനങ്ങൾ വളരെ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ കുട്ടികളൊക്കെ വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഇത് വളരെ വളരെ പ്രയാസമാണ് നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിനു വേണ്ടി പിന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനും മറ്റു സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പോലീസ് സാറന്മാരൊക്കെ വളരെ കൃത്യമായിട്ട് ഇടപെടുകയും നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടു കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സംഗതി നടന്നിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാമല്ലോ, നമ്മളുടെ മക്കൾ ഓരോരുത്തരും ആദിയിൽ കഴിയുന്ന ഈ കാലത്ത് വളരെ വലിയ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരം ലോബികൾ നമ്മളുടെ നാട്ടിലൊക്കെ വിലച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കോട്ടേഴ്സ് മുറിക്കുള്ളിലാണ് ആളുകളുണ്ടായിരുന്നത്. നമ്മളുടെ കൽപ്പകഞ്ചേരി സാറ് പേരെന്തോ സലീം സാറൊക്കെ കൂടെ ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാട്ടുകാരും ഇവരൊക്കെ ഉണ്ട്. റൂമുകളും സംഗതികളൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ വളരെ സാറന്മാരെ കയ്യിലൊക്കെ മുറികളൊക്കെ പറ്റിയിട്ടുണ്ട്. അവർ മഫ്തിയിൽ പിന്നെ പോലീസിനെ കള്ളനെ അന്വേഷിച്ച് വന്ന സമയത്താണ് കണ്ടില്ല. നമ്മളെ ഹരിദാസേട്ടൻ പിന്നെ അതേപോലെ ഹനീഫ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, അവർ പോലീസിനെ ഇടിച്ചു തെറിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയിൽ വന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പിന്നെ അവരെ കൃത്യമായിട്ട് പോലീസിന് കൊടുത്തിട്ടുണ്ട്. സാറ് സാറിൻ്റെ കയ്യിലൊക്കെ വളരെ മുറിവായിട്ടുണ്ട്. കയ്യിലൊക്കെ സംഗതികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഗതി ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ സാറെ കയ്യിലൊക്കെ വളരെ മുറിവ് പറ്റിയിട്ട് അവർ വളരെ സാഹസികമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവരെ പിടിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ വളരെ കൃത്യനിർവഹണത്തിൽ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട്, നമുക്കറിയാമല്ലോ, കഞ്ചാവൊക്കെ ഉപയോഗിച്ച് ജനങ്ങളെ കൊല്ലാൻ പോലും ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഗതി നടന്നിട്ടുള്ളത് എന്നുള്ള അറിയിക്കുകയാണ്. എന്തായാലും ഈ സാറന്മാർക്ക് നമ്മളുടെ നാട്ടുകാരുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. മുഴുവൻ ആളുകളും ഇവിടെയുണ്ട്. ഓക്കെ.